കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മെത്രാപ്പൊലിത്തൻ വികാരിയായി ചുമതലയേറ്റ മാർ പാമ്പ്ലാനി വിവിധ വിഭാഗങ്ങളുമായി ചർച്ചകൾ ആരംഭിച്ചു. ആദ്യ ചർച്ചകൾ നടന്നത് അരമന അതിക്രമിച്ചു കയറി സമരം ചെയ്ത 21 വൈദികരുമായിട്ടായിരുന്നു. പിന്നീട് പുറത്തു വന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പതിവ് രീതികൾ തന്നെ തുടർന്നു. പത്രസമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത് മാർ പാമ്പ്ലാനിയെ നോക്കുകുത്തിയാക്കി. കൂദാശ വിലക്ക് ഉൾപ്പെടെ സഭാ നടപടി നേരിടുന്ന വൈദികനായിരുന്നു എന്നതാണ് കൗതുകം. ആദ്യം തന്നെ പറഞ്ഞത് മാർ പാമ്പ്ലാനിക്ക് മേജർ ആർച്ച് ബിഷപ്പിനോട് ചോദിച്ചിട്ടാണ് മറുപടി പറയാൻ സാധിക്കൂ എന്നായിരുന്നു. തുടർന്ന് കൂരിയ മാറ്റം, വൈദിക നടപടി മരവിപ്പിച്ചതുൾപ്പെടെ അദ്ദേഹം കൊടുത്ത ഉറപ്പുകൾ അക്കമിട്ട് വളരെ ഭംഗിയായി തന്നെ വിളമ്പി. അതെല്ലാം കേട്ടുനിന്ന ഒരു മാധ്യമക്കാരും അവരോട് മറിച്ചൊന്നും ചോദിച്ചതായി കണ്ടില്ല. തുടക്കത്തിൽ തന്നെ പറഞ്ഞ മേജർ ആർച്ച് ബിഷപ്പുമായി ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്ന്. പിന്നെ എങ്ങനെ ഉറപ്പ് കിട്ടിയെന്ന് പറയാനാകും. എന്തായാലും ചർച്ചകൾ കഴിഞ്ഞു സോഷ്യൽ മീഡിയ വഴി വാർത്തകൾ പ്രചരിക്കുകയാണ്. ഇങ്ങനെ പ്രചരിക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? പച്ചക്കള്ളം പട്ടാപ്പകൽ വിളിച്ചു പറയാൻ ഒരു മടിയുമില്ല, സമ്മതിക്കണം. സഭാ നടപടികൾ നേരിടുന്ന വൈദികൻ തന്നെ ചർച്ചകളുടെ തീരുമാനം ഔദ്യോഗികമായി പറയുന്നു. അതും പറയേണ്ട വ്യക്തിയെ കൂടെ നിർത്തിക്കൊണ്ട് വിളമ്പുന്നു. എന്തൊരു വിരോധാഭാസം! വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടായി സീറോ മലബാർ സഭയിൽ യഥാർത്ഥത്തിൽ ചോദിക്കാൻ എഴുതിക്കൊണ്ട് പോയ കാര്യങ്ങൾ ഉറപ്പ് കിട്ടിയതായി ചാനലുകളുടെ മുന്നിൽ വിളിച്ചു പറയുകയായിരുന്നു. ഇതുപോലെ വിളിച്ചു പറയാനുള്ള ധൈര്യം രാഷ്ട്രീയക്കാരിൽ പോലും കണ്ടിട്ടില്ല, സമ്മതിക്കണം. ഇതുപോലെ ഇനിയും ധാരാളം റീലുകൾ ഇറങ്ങും. ഇക്കൂട്ടർ എന്തുറപ്പ് കിട്ടി എന്ന് പറഞ്ഞാലും അത് നടക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കാം. കഴിഞ്ഞ ദിവസവും ഇങ്ങനെ തട്ടിവിട്ടത് ഓർക്കുന്നു. വിമതരുടെ നുണപ്രചരണത്തിൽ പെടരുത് എന്ന് സഭാ മീഡിയ കമ്മീഷനും പലവട്ടം പറഞ്ഞു. മീഡിയ കമ്മീഷൻ ഇറക്കുന്ന വാർത്താക്കുറിപ്പ് മാത്രം വിശ്വസിച്ചാൽ മതി. അതിന് പിന്നാലെ വേറെ വിവിധ ഗ്രൂപ്പുകൾ മാർ പാമ്പ്ലാനിയുമായി കൂടിക്കാഴ്ചകൾ നടന്നു. വരും ദിവസങ്ങളിലും ഈ തിരക്കഥയും നാടകങ്ങളും ഉണ്ടാകുമെന്നറിയുന്നു. അവർക്കും ചില ഉറപ്പുകൾ കിട്ടിയതായി പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ചർച്ചകൾ നടത്തി എന്ന പേരിൽ നടക്കുന്നത് വെറും പ്രഹസനം തന്നെയാണ്. അവസാനം സഭാ കമ്മീഷൻ ഒരു പത്രക്കുറിപ്പ് ഇറക്കും. അതിൽ കുറെ ഉറപ്പില്ലാത്ത വെറും കുറിപ്പിന്റെ ഉറപ്പുകളും ഉണ്ടാകും. ഇതെല്ലാം കാണുമ്പോൾ സഭാ നേതൃത്വത്തിന് ആത്മാർത്ഥത ഇല്ലാതെയാണ് വിഷയങ്ങളെ സമീപിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. മാത്രമല്ല, സഭയുടെ അടിസ്ഥാനമായ ആരാധനക്രമ വിഷയത്തിൽ എല്ലാ വിഭാഗങ്ങളുമായി ചർച്ചയുടെ ആവശ്യമുണ്ടോ? അത് ആത്മീയ നേതൃത്വവും വത്തിക്കാൻ ഉൾപ്പെടെ തീരുമാനമെടുത്താൽ പോരെ? വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ വീണ്ടും 6 മാസത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് പോകാനാണ് പദ്ധതി എന്ന് തോന്നുന്നു. ഇനിയെങ്കിലും ഈ വിഷയം തീർക്കാൻ സാധിക്കില്ല എന്ന് നേതൃത്വത്തിന് സ്വയം തോന്നുന്നുവെങ്കിൽ വത്തിക്കാനെ അറിയിക്കുക. എന്തായാലും വിശ്വാസികൾക്കും പൊതുസമൂഹത്തിനും വരെ മനസ്സിലായി ഈ നേതൃത്വത്തിനെ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കില്ല എന്നത്. ഈ പ്രശ്നം പരിഹരിക്കാത്തതിന് പ്രധാന കാരണം സഭാ നേതൃത്വത്തിൽ പലരുടെയും മനസ്സ് വിമതരോടൊപ്പമാണ് എന്നതാണ് സത്യം. അല്ലെങ്കിൽ സഭാ തലവൻ സ്ഥാനം ഏറ്റെടുത്തിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെ ഒരു കുർബാന സ്ഥാനീയ അതിരൂപതയിൽ അർപ്പിച്ചോ? അപ്പോൾ അദ്ദേഹം തന്നെ ഒരു വിമതനല്ലേ? ഇപ്പോൾ മാർ പാമ്പ്ലാനിയും കൂട്ടിനെത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിരൂപതയിൽ തുടക്കം കുറിക്കട്ടെ. അല്ലാത്ത പക്ഷം അദ്ദേഹവും കൊടിയ വിമതനായി സഭാവിശ്വാസികളിൽ അറിയപ്പെടും. ഇത് തിരുത്താൻ അദ്ദേഹത്തിന് ആകുമോ? എന്തായാലും ഒരു കാര്യം മാത്രം ഉറപ്പിക്കാം, അദ്ദേഹത്തിനും അവസാനം വിമതരിൽ നിന്നും മാർ ബോസ്കോ പിതാവിനുണ്ടായ അനുഭവം പ്രതീക്ഷിക്കാം.